ജീസസ് പുതിയ ഉടമ്പടി കൃപാസനത്തിൽ വന്നു. ഉടമ്പടി പെട്ടെന്ന് കത്തണമെങ്കിൽ, പെട്രോൾ കത്തണ പോലെ കത്തണമെങ്കിൽ, പെട്രോൾ കത്തും പോലെ കത്തുന്ന ഉടമ്പടി എന്ന് വെച്ചാൽ പെട്ടെന്നാണ് പരിപാടികളെല്ലാം നടക്കുന്നത്. നമുക്കറിയാം, പെട്രോളിൻ്റെ സ്വഭാവം അറിയാലോ. ഒരു അല്പം തീപ്പൊരി കണ്ടാൽ മതി, പെട്രോളിലേക്ക് ചാടിപ്പിടിക്കും, അപ്പം തന്നെ അതിൻ്റെ ഗ്യാസ് തീരുന്നവരെയുള്ള കത്തലേ ഉള്ളൂ. ഇതുപോലെയാണ് ഈ പെട്രോൾ പോലെ കത്തുന്ന ഉടമ്പടിയുടെ ആയുസ്സും ഇതുപോലെയാണ്. ഇന്ന് അനേകം ജനങ്ങൾ, ക്രൈസ്തവരും അക്രൈസ്തവരും ഓടി ചെല്ലുന്ന ഒരു സ്ഥലമാണ്. എന്ന് വെച്ചാൽ അനുഗ്രഹം മാത്രം മതി, എങ്ങനെയെങ്കിലും ഉടമ്പടി വയ്ക്കുക. അപ്പോൾ സാധാ ഉടമ്പടിക്ക് അതിൻ്റെ ഗൗരവം കുറഞ്ഞു എന്ന് തോന്നുന്നത് കൊണ്ടായിരിക്കാം പെട്രോൾ പോലെ പെട്ടെന്ന് കത്തുന്ന ഉടമ്പടി അവിടെ നിലവിൽ വന്നിട്ടുള്ളത് എന്ന് കരുതപ്പെടുന്നു. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ ഒരു വ്യക്തമായ ഒരു കാര്യം നമുക്ക് ബൈബിളിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. എന്താണ്? അപ്പോസ്തല പ്രവൃത്തി അതിൻ്റെ 17-ാമത്തെ അധ്യായം അത് 24-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല. അതിൻ്റെ 29-ാമത്തെ വാക്യം, നാം ദൈവത്തിൻ്റെ സന്താനം എന്ന് വരികയാൽ ദൈവം മനുഷ്യൻ്റെ ശില്പവിദ്യയും സങ്കല്പവും കൊണ്ട് കൊത്തി തീർക്കുന്ന പൊന്ന്, വെള്ളി, കല്ല് എന്നിവയോട് സദൃശ്യം എന്ന് നിരൂപിക്കേണ്ടതില്ല. അപ്പോൾ വചന അടിസ്ഥാനത്തിൽ അത്യുന്നതനായ ദൈവം ഒരിക്കലും മനുഷ്യൻ്റെ കരവേലകളിലേക്ക് തൻ്റെ ആത്മാവിനെ കൊടുക്കത്തില്ലെന്ന് ഇവിടെ വ്യക്തമായി അപ്പോസ്തലനായ പൗലോസ്ലീഹ വ്യക്തമായി ഇവിടെ പറയുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഇവിടെ നമുക്കൊരു വചനം നമുക്ക് നോക്കുമ്പോൾ, സാത്താന് ഏറ്റവും കൂടുതൽ ഇഷ്ടം സാത്താനെ വർഷിപ്പ് ചെയ്യുക, സാത്താനെ ആരാധിക്കുക. ഇത് സാത്താൻ ഒരുപാട് ആഗ്രഹിക്കുന്ന, സാത്താനെ അംഗീകരിക്കുക, സാത്താനെ വർഷിപ്പ് ചെയ്യുക എന്നതൊക്കെ സാത്താൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഇത് അത്യുന്നതനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്നിട്ട് സാത്താൻ വചനം വെച്ച് തന്നെ കർത്താവിനോട് ചോദിക്കുന്നുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 4-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് നോക്കുമ്പോൾ അത് വ്യക്തമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പരിശുദ്ധാത്മാവ് മരുഭൂമിയിലേക്ക് കർത്തൃനായ ദൈവത്തെ നയിക്കപ്പെടുന്ന സമയത്ത് ലാസ്റ്റ് പിശാച് കർത്താവുമായി ഒരു സംവാദത്തിൽ ഏർപ്പെടുമ്പോൾ പിശാച് കർത്താവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നമുക്കൊന്ന് നോക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 8-ാമത്തെ വാക്യം. പിശാച് അവൻ ഏറ്റവും ഉയർന്നൊരു മലമേൽ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലുള്ള സകല രാജ്യത്തെയും അവയിലുള്ള മഹത്വത്തെയും കാണിച്ചു. വീണ് എന്നെ നമസ്കരിച്ചാൽ ഇതൊക്കെയും നിനക്ക് തരാം എന്ന് അവനോട് പറഞ്ഞു. ആരോട് പറഞ്ഞു? കർത്താവിനോട്. ഈ ലോകത്തെയും സകലതും സൃഷ്ടിക്കപ്പെട്ട ഭൂമിയും ആകാശവും ആദ്യം മുതലേ ഉള്ളത് സകലതും സൃഷ്ടിക്കപ്പെട്ട അത്യുന്നതനായ ദൈവത്തോട് സാത്താൻ പറയാണ്, ജസ്റ്റ് നീ എന്നെ ഒന്ന് വീണ് നമസ്കരിച്ചാൽ നീ കാണുന്നതൊക്കെയും ഞാൻ നിനക്ക് തരാമെന്നുള്ളൊരു വാക്തത്വം, അതായത് വാക്ക് അത്യുന്നതനായ ദൈവത്തോട് സാത്താൻ പറയുമ്പോൾ, തൊട്ടു മുമ്പ് അപ്പോസ്തലനായ പൗലോസ്ലീഹ പറയുന്നു, മനുഷ്യൻ്റെ കരവേലകളിൽ ആയതൊന്നും ദൈവത്തിൻ്റെ ആത്മാവ് ഇല്ല എന്ന് പറയുമ്പോൾ ഈ ചാര വിഗ്രഹത്തിൻ്റെ അകത്തിരിക്കുന്ന ആത്മാവ് ഏതാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ അവിടെ കൂടുന്ന ജനത്തിന് ഒരു അനുഗ്രഹം കൊടുത്തു, അല്ലെങ്കിൽ ഒരു ഉടമ്പടി കൊടുത്തു. നീലമെഴുതിരി, പച്ചമെഴുതിരി, കളർ വ്യത്യാസങ്ങളെല്ലാം എഴുതിരി ഈ ചാരവിഗ്രഹത്തിൻ്റെ മുമ്പിൽ കത്തിക്കുമ്പോൾ അതിൻ്റെ അകത്തിരിക്കുന്ന ആ ആത്മാവ് അത്യുന്നതനായ ദൈവത്തിൻ്റെ ആത്മാവല്ല, പരിശുദ്ധാത്മാവല്ല. അപ്പോൾ മറിച്ച് യേശുക്രിസ്തുവിനോട് വാദിച്ച ആത്മാവ് തൻ്റെ അടുത്തേക്ക് വരുന്ന ആരാധന ഇഷ്ടപ്പെടുന്ന സാത്താൻ അനുഗ്രഹങ്ങൾ കൊടുക്കുന്നതിൽ വല്ല അത്ഭുതമുണ്ടോ? ഒരത്ഭുതവുമില്ല. ഇത് ജനത്തിന് അറിയത്തില്ല. ജനം എന്ന് ആഗ്രഹിക്കുന്നത് എന്തെങ്കിലും എനിക്കത് കിട്ടണം, ഇത് കിട്ടണം, അവിടെ കിട്ടണം, ഇവിടെ കിട്ടണം എന്നുള്ള വിശ്വാസം ജനത്തെ അടിച്ചേൽപ്പിച്ചു. അവിടെ എത്ര ഉടമ്പടി എടുക്കണം, എത്ര കാര്യങ്ങൾ നടക്കണം എന്നുള്ള വിശ്വാസം ജനത്തിൻ്റെ ഇടയിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെട്ട് കഴിഞ്ഞു. സ്തോത്രം, ഹല്ലേലൂയ. ഒരിക്കലും മനുഷ്യൻ എൻ്റെ വീട്ടിൽ വന്നു. അപ്പോൾ ഈ മനുഷ്യൻ എൻ്റെ വീടിൻ്റെ ഗേറ്റ് തുറന്ന് ഇദ്ദേഹം വന്നു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം എന്നോട് ഞാൻ ഇദ്ദേഹത്തോട് ആരാ എന്തുവാന്ന് ചോദിച്ചപ്പോൾ ഇദ്ദേഹം എന്നോട് പറഞ്ഞു, ഇദ്ദേഹം വചനത്തെ പറ്റി ഒരു അല്പം സംസാരിക്കാൻ വേണ്ടി വന്നതാന്ന് പറഞ്ഞു.
അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടം തോന്നി. ഞാൻ ഇദ്ദേഹത്തെ എൻ്റെ വീടിൻ്റെ സിറ്റ് ഔട്ടിൽ കയറി ഇരുത്തി ഇദ്ദേഹം എൻ്റെ നേരെ ഒരു പത്രം നീട്ടി തോന്നി. ഈ കൃപാസന അമ്മയുടെ പത്രമാണ്. ഞാൻ പറഞ്ഞു അതൊക്കെ കയ്യിലിരിക്കട്ടെ, അതിൻ്റെ താല്പര്യം, നിങ്ങളിപ്പോൾ വന്ന കാര്യം പറയൂ. അപ്പോൾ ഇദ്ദേഹം ഇതിനകത്ത് ഒരുപാട് അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ ഈ ചാരവിഗ്രഹം ചെയ്തതായിട്ട് എന്നോട് സംസാരിച്ചു. ഞാൻ ഇദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് എൻ്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിടേണ്ട ഒരു സാഹചര്യം എനിക്കുണ്ടായി. കാരണം ഇതിൻ്റെ അകത്തിരിക്കുന്ന ആത്മാവ് ഏതാണ് എന്ന് വചനം വായിച്ചു കഴിയുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്തുകൊണ്ടാണ് ഇത്രയും അനുഗ്രഹമുള്ള ഈ ചാരവിഗ്രഹത്തിന് കൊറോണ വന്ന കാലത്ത് മാറ്റാൻ പറ്റിയില്ലല്ലോ? എത്രയോ ഉടമ്പടിയെടുത്ത ജനം ദുർമരണത്തിൽ പെട്ടുപോയല്ലോ. എനിക്കറിയാവുന്നവരുണ്ട്. അപ്പോൾ അവരൊക്കെ എന്ത് രക്ഷിക്കാമായിരുന്നില്ലേ? അവരൊക്കെ ചാരവിഗ്രഹത്തിൻ്റെ അത്ഭുത ശക്തി കൊണ്ട് ആ അപകടത്തിലേക്ക് പെടുന്നതിന് മുമ്പേ ഈ ചാരവിഗ്രഹത്തിന് ഉടമ്പടി ചെയ്തവർ, അല്ലാത്തവരായിട്ടേക്ക് ഉടമ്പടി ചെയ്തവരെ എന്തുകൊണ്ട് ഈ ചാരവിഗ്രഹം ഒരു വിടുതൽ കൊടുത്തില്ല എന്നുള്ള ചോദ്യങ്ങളെല്ലാം ഇതിൻ്റെ മുന്നിൽ നിൽക്കുകയാണ്. പെട്രോൾ പോലെ ഇപ്പോൾ പുതിയ ഉടമ്പടി, കത്തുന്ന ഉടമ്പടി വന്നല്ലോ. അപ്പോൾ ഇതിനേക്കാൾ ഗൗരവമായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു ആ ഉടമ്പടി എന്ന് എനിക്ക് തോന്നുന്നു. ഹല്ലേലൂയ. ഇന്ന് അനേകർ വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അനേക വ്യക്തികൾ വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പെട്രോളിന് തീ പിടിച്ചാൽ ഞാൻ ആദ്യമേ പറഞ്ഞു നിമിഷ നേരത്തേക്കുള്ളൂ എന്ന് പറഞ്ഞതുപോലെ സാത്താൻ നുണയനും നുണയൻ്റെ പിതാവുമാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തിരിക്കുന്ന ആത്മാവ് ഒരു അല്പമൊക്കെ കൊടുക്കും. ഒരു കല്ലിൻ്റെ മുമ്പിൽ പോയി ധൂപാർപ്പണം നടത്തിയാലും, ഏത് വിഗ്രഹത്തിൻ്റെ മുമ്പിൽ പോയി ധൂപാർപ്പണം നടത്തിയാലും, ഞാൻ ആദ്യമേ പറഞ്ഞു സാത്താന് എപ്പോഴും ആരാധനയും സാത്താൻ എപ്പോഴും അംഗീകാരവും ഇഷ്ടപ്പെടുകയും അത് ആവശ്യപ്പെടുകയും ചെയ്യുന്നതാകൊണ്ട് ഏത് പൊട്ടക്കല്ലിൻ്റെയും ഏത് പൊട്ട വിഗ്രഹത്തിൻ്റെയും ഏത് ചാരവിഗ്രഹത്തിൻ്റെയും മുമ്പിൽ പോയി മനുഷ്യൻ ഇതുപോലെയുള്ള കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടുമ്പോൾ അതിൻ്റെ അകത്തിരിക്കുന്ന ആത്മാവ് ചെറിയ അനുഗ്രഹങ്ങൾ കൊടുക്കും. കാരണം ഓരോ വീടിൻ്റെ അകത്തും ഇന്നിത് നിറയെ കൊണ്ടുവച്ചിരിക്കുകയാണല്ലോ. വീടുകളെ തന്നെ ഇത് അടിമപ്പെടുത്തി കഴിഞ്ഞു. കുടുംബങ്ങളെ, വ്യക്തിബന്ധങ്ങളെ, അടുത്ത തലമുറകളെ തന്നെ അടിമപ്പെടുത്തി കഴിഞ്ഞു. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ ഇതിൻ്റെ അകത്തിരിക്കുന്ന എത്രയോ ഭയാനകമാണ്. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു ആത്മാക്കളെ തിരിച്ചറിയണമെന്ന് പറയുന്നു. ആത്മാക്കളെ തിരിച്ചറിയണം എന്ന് വ്യക്തമായിട്ട് പൗലോസ് പഠിപ്പിക്കുന്നുണ്ട് വചനത്തിലൂടെ നമ്മൾ വായിക്കപ്പെടുമ്പോൾ. സ്തോത്രം, ഹല്ലേലൂയ. ഇവിടെ ഈ പോകുന്നവർ യഥാർത്ഥത്തിൽ ദൈവത്തോട് ചെയ്യുന്ന പാപമല്ലേ എന്നൊരു ബോധ്യം ഉണ്ടായാൽ നല്ലതാണ്. കാരണം 2000 വർഷങ്ങൾക്ക് മുമ്പ് അത്യുന്നതനായ ദൈവം ഒരു പുതിയ ഉടമ്പടി, എന്നേക്കുമായ ഒരു ഉടമ്പടി സ്ഥാപിക്കപ്പെട്ടു. ഈ ഉടമ്പടി സ്ഥാപിക്കപ്പെട്ടപ്പോൾ ഇതിന് മുകളിൽ മറ്റൊരു മാതാവിനോടുള്ള ഒരു ചാരവിഗ്രഹത്തോട് ജനം ഉടമ്പടി വയ്ക്കാൻ പോകുമ്പോൾ ഇത് ആരോട് ചെയ്യുന്ന പാപമാണ്? പരിശുദ്ധാത്മാവിനോട് എതിരെ ചെയ്യുന്ന പാപമാണ്. അതുകൊണ്ട് കർത്താവ് പറയുന്നുണ്ട് മനുഷ്യപുത്രനോട് ചെയ്ത ഏതൊരു പാപവും ക്ഷമിക്കും, പക്ഷെ പരിശുദ്ധാത്മാവിനോട് ചെയ്യുന്ന പാപം ക്ഷമിക്കപ്പെടാത്ത പാപമായി മാറുമെന്ന് വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. ഏതാണ് ഉടമ്പടി സ്ഥാപിക്കപ്പെട്ടത്? വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം അതിന് 22-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് നോക്കുമ്പോൾ, പിന്നെ അപ്പം എടുത്തു വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ എന്ന് പറഞ്ഞു. ആ വണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും കൊടുത്തു. ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എൻ്റെ രക്തത്തിലെ പുതിയ ഉടമ്പടിയാകുന്നു. പുതിയ ഉടമ്പടി. അപ്പോൾ ഈ ഒരു ഉടമ്പടിയുടെ മുകളിൽ കൊണ്ടുവന്ന് കൃപാസനത്തിൽ മറ്റൊരു ഉടമ്പടി സ്ഥാപിക്കപ്പെടുമ്പോൾ യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിലൊരു വാക്യമുണ്ട്, അരുണോദയ ശുക്ര നീ എങ്ങനെ വെട്ടേറ്റ് നിലത്തു വീണു. അതായത് ദൈവത്തിന് മുകളിലേക്ക് ലൂസിഫർ ഒരു സ്ഥാനം കരസ്ഥമാക്കാൻ ശ്രമിച്ചപ്പോൾ അറിയാമോ? വചനം വായിക്കുമ്പോൾ അറിയാം, ലൂസിഫർ ഒരു സ്ഥാനം കരസ്ഥമാക്കാൻ ശ്രമിച്ചപ്പോഴാണ് അവൻ വെട്ടേറ്റ് നിലത്ത് വീണ്. എന്ന് വെച്ചാൽ ദൈവം, അത്യുന്നതനായ ദൈവം അവസാനമായി ചെയ്ത പുതിയ നിയമത്തിൻ്റെ ഉടമ്പടിയുടെ മുകളിൽ കൊണ്ടുവന്ന മറ്റൊരു ഉടമ്പടി സ്ഥാപിക്കപ്പെടുമ്പോൾ യേശുവിൻ്റെ രക്തത്തിന് വിലയില്ലേ? യേശു കാൽവരി ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്തിന് വിലയില്ലേ? നിങ്ങൾ ക്രൂശിനോട് ചെയ്യുന്ന പാപമല്ലേ അത്? നിങ്ങൾ പരിശുദ്ധാത്മാവിന് എതിരെ ചെയ്യുന്ന പാപമല്ലേ ഇന്ന് കൃപാസനത്തിൽ നടക്കുന്ന ഓരോ ഉടമ്പടിയും? ഇത് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു നിങ്ങൾ. ഇത് ദൈവത്തോട് ചെയ്യുന്ന പാപമല്ലേ? വചനം ഉൽപ്പത്തിയിൽ നമുക്ക് നോക്കുമ്പോൾ, വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, മനുഷ്യനോട് പാപം ചെയ്താൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് നിരപ്പാകാം, എന്നാൽ ദൈവത്തോട് നീ പാപം ചെയ്താൽ നീ എവിടെ പോയി നിരപ്പാകുമെന്ന് ഏലിയ പുരോഹിതൻ തൻ്റെ 2 മക്കളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ഒരു വചനം കൂടി നമുക്കൊന്ന് വായിച്ചു നോക്കാം. വിശുദ്ധ
2 തെസ്സലോനിക്ക അതിൻ്റെ 1-ാം അധ്യായം 10-ാമത്തെ വാക്യം, സുവിശേഷം അനുസരിക്കാത്തവർ കർത്താവിൻ്റെ സന്നിധാനവും അവൻ്റെ വല്ലഭത്വത്തോടു കൂടിയ മഹത്വവും വിട്ടകന്ന് നിത്യനാശമെന്ന ശിക്ഷാവിധി അനുഭവിക്കും. അപ്പം സുവിശേഷം അനുസരിക്കാത്തവർ കർത്താവിൻ്റെ സന്നിധാനവും അവൻ്റെ വല്ലഭത്വത്തോടു കൂടിയ മഹത്വവും വിട്ടകന്ന് നിത്യനാശമെന്ന ശിക്ഷാവിധി അനുഭവിക്കും. അപ്പോൾ സുവിശേഷം അനുസരിക്കാത്തവർ, കൃപാസനത്തിൽ എവിടെയാണ് സുവിശേഷം അനുസരിക്കുന്നത്? കൃപാസനത്തിൽ എവിടെ ചെയ്യുന്ന ഉടമ്പടിയിൽ അപ്പോസ്തലന്മാർ പഠിപ്പിച്ച ഏതെങ്കിലും ഒരു കാര്യമുണ്ടോ? അപ്പോസ്തലന്മാർ ഏതെങ്കിലും ഒരു പൊട്ട വിഗ്രഹം ചാരമാതാവിൻ്റെ മുമ്പിൽ പോയി ഒരു പിശാചിൻ്റെ ഏതോ ഒരു അച്ഛൻ്റെ തലയ്ക്ക് തോന്നിയതുപോലെ ഒരു വിഗ്രഹത്തെ വെച്ചിട്ട് അതിൻ്റെ മുമ്പിൽ പോയി ഉടമ്പടി വയ്ക്കാൻ അപ്പോസ്തലനായ പൗലോസ്ലിഹ, പത്രോസ്ലിഹ അല്ലെങ്കിൽ അപ്പോസ്തലന്മാരുടെ ഉപദേശം വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ ചുവന്ന മെഴുതിരി, നീല മെഴുതിരി അല്ലെങ്കിൽ ബ്ലൂ കളർ മെഴുതിരിയിൽ ഇനി മാതാവ് പ്രത്യക്ഷപ്പെടുമെന്നുള്ള ഏതെങ്കിലും വാഗ്ദാനങ്ങൾ ദൈവം തന്നിട്ടുണ്ടോ? ഇതൊന്നുമില്ല. അപ്പോൾ ഏതെങ്കിലും ഒരാളുടെ മണ്ടയിൽ തോന്നിയ ഒരു ചാരവിഗ്രഹം ഉണ്ടാക്കി വെച്ച് ജനത്തിനെ അടിച്ചേൽപ്പിക്കപ്പെട്ടു. ഇതിനകത്ത് ഉടമ്പടി വെച്ചാൽ, ഇതിനകത്ത് ഇത്ര രൂപ കൊടുത്താൽ, ഇത്ര ഉടമ്പടി ഇത് കൊടുത്താൽ ഇത് പെട്രോൾ പോലെ കത്തും. ഒരിക്കൽ കത്തും ഇത് പെട്രോൾ പോലെ. കാരണം സാത്താൻ ഒരുപാട് നേരം സുഖിപ്പിക്കത്തില്ല. സാത്താൻ കുറേ എണ്ണത്തിന് ഇങ്ങനെ വലിച്ചു കൂട്ടി വെച്ചിട്ട് ഒരു കത്തിക്കും. സാത്താൻ അതാണല്ലോ. അപ്പോൾ ഈ ഉടമ്പടി വെക്കുന്നവർ തീരുമാനിക്കുക, നിങ്ങൾക്ക് അത്യുന്നതനായ ദൈവത്തിൻ്റെ സുവിശേഷത്തെ അനുസരിക്കാതിരുന്നാൽ പൗലോസിലെ തെസ്സലോനിക്കക്കാർക്ക് പറയുക, അതായത് സുവിശേഷം അനുസരിക്കാത്തവർ കർത്താവിൻ്റെ സന്നിധാനവും അവൻ്റെ വല്ലഭത്വത്തോടു കൂടിയ മഹത്വവും വിട്ടകന്നു. എന്ന് വെച്ചാൽ ദൈവം തരുന്ന മഹത്വവും വല്ലഭത്വവും സകലതും വിട്ടകന്നിട്ട് ഒരു ചാരവിഗ്രഹത്തിൻ്റെ മുമ്പിൽ പോയി ഉടമ്പടി വയ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളണം, നിങ്ങൾ ദൈവത്തോട് ചെയ്യുന്ന അതികഠിനമായ പാപമാണ്. ഈ താൽക്കാലികം ഭൂമിയിൽ നശിച്ചു പോകുന്ന ഭൂമിയിലേക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഓരോ അനുഗ്രഹത്തിന് വേണ്ടി സ്വന്തം ആത്മാവിനെയാണ് നിങ്ങൾ നഷ്ടപ്പെടുന്നതെന്ന് ഓർത്താൽ നന്നതായിരിക്കും. സ്തോത്രം, ഹല്ലേലൂയ. ഈ ക്ലാസ് കേട്ട നിങ്ങളെല്ലാവരും തിരിഞ്ഞു വരുവാൻ, അത്യുന്നതനായ ദൈവത്തെയും വചനത്തെയും സുവിശേഷത്തെയും അനുസരിക്കുന്ന വ്യക്തികളായി വീണ്ടും തിരിച്ചു വരുവാൻ ദൈവം നിങ്ങൾ കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.